ചില മുഖപ്രസംഗങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത്രയും സ്വാതന്ത്ര്യം സത്യദീപത്തിന് കൊടുത്തിട്ടുണ്ട് എന്നതിൽ ഞാൻ സഭയെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കാരണം സാധാരണ അങ്ങനെ ചെയ്യില്ല, ഒരു കൂട്ടിടും എല്ലാവരും. ഇത് ആ കൂട്ടമല്ല. ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ക്രൈസ്തവ സന്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സത്യത്തിന്റെ പ്രചരണവും വെളിച്ചം. സത്യത്തിൽ വേദപുസ്തകത്തിൽ 10-ലധികം പ്രാവശ്യം വെളിച്ചത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. തുടക്കം തന്നെ, ബൈബിളിന്റെ തുടക്കം തന്നെ വെളിച്ചത്തെക്കുറിച്ചാണ്. ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചത്തിനെയും ഇരുട്ടിനെയും വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും ദൈവം പേരിട്ടു. സന്ധ്യയുണ്ടായി, ഉഷസ്സുണ്ടായി. 1-ാം ദിവസം വെളിച്ചത്തെക്കുറിച്ചാണ് തുടങ്ങുന്നത് വേദപുസ്തകത്തിൽ. ആ സത്യദീപം പ്രകാശം പരത്തിക്കൊണ്ട് 100 വർഷമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിന്റെ ദീപമായി അത് പ്രകാശിക്കുന്നു എന്നുള്ളതാണ് സത്യദീപത്തിന്റെ ഏറ്റവും വലിയ കാര്യം. സങ്കീർത്തനങ്ങളും പറയുന്നുണ്ട്, നിന്റെ വചനം നിന്റെ കാലിന് ദീപമായും എന്റെ പാതയ്ക്ക് പ്രകാശമായും മാറുന്നു എന്ന്. ഒരുപാട് സ്ഥലങ്ങളിൽ വെളിച്ചത്തിന് വളരെ പ്രസക്തി ക്രൈസ്തവ ദർശനത്തിലുണ്ട്. നമ്മുടെ അന്ധകാരം നിറഞ്ഞ നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചം പരത്തുക എന്നതാണ്. ഇരുട്ടിലേക്ക് പ്രകാശം പരത്തുക എന്നതാണ്. ഇരുട്ട് എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. വെളിച്ചം എന്ന് പറയുന്നത് അറിവാണ്. അറിവ് പരക്കുകയാണ്, അല്ലെ? ദൈവത്തിന്റെ പ്രകാശം പരക്കുകയാണ്, അനുഗ്രഹം പരക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ അതിശക്തമായ നിലപാടുകൾ എല്ലാ കാര്യത്തിലും എടുത്തിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് സത്യദീപം. ഞാൻ സത്യദീപത്തിന്റെ ചില മുഖപ്രസംഗങ്ങൾ പ്രത്യേകമായി വായിക്കാറുള്ള ആളാണ്. പൊതുപ്രവർത്തകന്റെ മുന്നിൽ തീക്ഷ്ണമായ വാക്കുകളിലൂടെ കൃത്യമായ നിലപാടുകൾ സമഗ്രമായി അവതരിപ്പിക്കുന്ന, അവിടെ ജാതിയോ മതമോ ഒരു ചിന്തയും പലപ്പോഴും ഉണ്ടാകാറില്ല. അതിനപ്പുറം നമ്മുടെ നാടെന്നുള്ള ചിന്ത, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ചിന്ത, ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ചിന്തയാണ് സത്യദീപം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകമായ പരാമർശം. ഞാനത് ചില മുഖപ്രസംഗങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത്രയും സ്വാതന്ത്ര്യം സത്യദീപത്തിന് കൊടുത്തിട്ടുണ്ട് എന്നതിൽ ഞാൻ സഭയെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കാരണം സാധാരണ അങ്ങനെ ചെയ്യില്ല, ഒരു കൂട്ടിടും എല്ലാവരും. ഇത് ആ കൂട്ടമല്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ, നല്ല കാര്യങ്ങൾ പറയാൻ, നാടിന് നന്മ വരുത്തുന്ന കാര്യങ്ങൾ പറയണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100 വർഷം എന്ന് പറയുമ്പോൾ അത് ഇനിയും മുന്നോട്ട് ആ ദീപം കെടാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരിക്കട്ടെ മുന്നിലുള്ള ലക്ഷ്യം. 100-ാം വാർഷികം, ഈ ശതാബ്ദിയുടെ ആരംഭം ഒന്നുകൂടി ധന്യമാകുന്നു. മലയാളത്തിന്റെ പ്രിയങ്കരനായ ശ്രീ പത്മനാഭൻ സാറിന് അവാർഡ് സമ്മാനിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് കൂടുതൽ ധന്യമാകുന്നത്. ഞങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവസരം കിട്ടിയാൽ ഞങ്ങളെല്ലാം ശാസിക്കുകയും പിണങ്ങുകയും ചെയ്യാൻ അവകാശമുള്ള ഒരാൾ കൂടിയാണ് പത്മനാഭൻ സാറിന് ഞാൻ പ്രത്യേകം പറയണമെന്ന് തോന്നിയാൽ പറഞ്ഞിരിക്കും. അത് ആരോടാണെങ്കിലും മുഖത്ത് നോക്കിയാൽ പറഞ്ഞിരിക്കും. അങ്ങനെ പറയാനുള്ള ധൈര്യമുള്ളവരാണ്. മലയാള കഥാസങ്കല്പത്തെ മാറ്റി എഴുതിയ ഒരാളാണ്. മലയാളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനാണ് നമുക്കെല്ലാവർക്കും. ഞങ്ങളെല്ലാം പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ വായിച്ചാണ് തുടങ്ങിയത്.